In the river of words wade the land of Malabar, cradling and raising hundreds of literary geniuses. The land brings home to a new writer every day. The oldest world of literature no longer live as people, but only remain as book present in library. To learn more about this era, we have Mr. Midun, librarian of State Public Library. കോഴിക്കോട് ഈ ലൈബ്രറിനെ പറ്റി പറയുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ വലിയൊരു ചരിത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ലൈബ്രറീൻ്റെ സൃഷ്ടിക്കും അതിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിലും. 1927 ഈ ലൈബ്രറി ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കപ്പെടുന്നത്. അന്ന് ഈ നാട്ടുകാരുടെ പൊതുജനങ്ങളുടെ ഒക്കെ ആവശ്യപ്രകാരം കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിലാണ് ഈ ലൈബ്രറി നിർമ്മിക്കുന്നത്. കോഴിക്കോടിനെ പറ്റി നിങ്ങൾക്ക് അറിയാം, ഒരുപാട് വായനക്കാരും എഴുത്തുകാരും SK പൊറ്റക്കാടും MT ഒക്കെ പോലുള്ള ഒരുപാടുള്ള ആളുകളുള്ള ഒരു ചരിത്ര നഗരമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലിറ്ററേച്ചർ ആയിട്ട് ബന്ധപ്പെട്ട അവാർഡ് കിട്ടിയിട്ട് തന്നെ. അപ്പോൾ 1927 സ്ഥാപിക്കപ്പെട്ട ഈ ലൈബ്രറി ഒരുപാട് പേരുടെ പരിശ്രമം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്. പിന്നീടുള്ള ലൈബ്രറിയുടെ ഓരോ വളർച്ചയിലും PNK പണിക്കരെ പോലെയുള്ള K ദാമോദരൻ പോലുള്ള പഴയ എഴുത്തുകാരുടെയും SK പൊറ്റക്കാടിൻ്റെ സംഭാവനകളൊക്കെ എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നീട് ലൈബ്രറി ഒരു ജില്ലാ ലൈബ്രറിയിൽ നിന്ന് തുടങ്ങി സ്റ്റേറ്റ് ലൈബ്രറി ആയി വളർന്നപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുകളുണ്ട്. ഇപ്പോൾ ലൈബ്രറിന് നമ്മുടെ ഇപ്പോൾ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാനായിട്ടിരിക്കുന്ന MT വാസുദേവൻ നായർ, അദ്ദേഹമൊക്കെ ലൈബ്രറിക്ക് വേണ്ടി പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ലൈബ്രറിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഈ ലൈബ്രറിയുടെ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സാമൂഹിക സ്ഥാപനമായിട്ട് ഉയർത്തുന്നതിൽ ഒരുപാട് പേരുടെ മഹത്തായ പ്രവൃത്തികളൊക്കെ ഉണ്ട്. ഇപ്പോൾ കോഴിക്കോടിൻ്റെ സംസാരിക്കുമ്പോൾ ചെറിയ എഴുത്തുകാർ മുതൽ വലിയ വരെ സംഭാവനകൾ നൽകിയിട്ട ഒരു ചരിത്രം കോഴിക്കോടിനുണ്ട്. കോഴിക്കോട് യുനെസ്കോയുടെ ലിറ്ററേച്ചർ സിറ്റി ആയിട്ട് അംഗീകാരം ലഭിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളെ പോലെ ലൈബ്രറിക്ക് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. നമ്മളോട് ആദ്യമായിട്ട് ഈ ഒരു ആവശ്യമായിട്ട് സഹകരിച്ചത്, നമ്മളോട് സമീപിച്ചത് കോഴിക്കോട് മേയറാണ്. അപ്പോൾ കോഴിക്കോട് പരിസരത്തുള്ള മാനാഞ്ചിറ എന്ന് പറയുമ്പോൾ അറിയാം, ഒരുപാട് സാംസ്കാരിക പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് മാനാഞ്ചിറ. മാനാഞ്ചിറയുള്ള പട്ടാളപ്പള്ളി, നമ്മുടെ സ്ഥാപനം, അതേപോലെയുള്ള CSI, ഇതൊക്കെ പഴയ കോഴിക്കോടിൻ്റെ ചരിത്രത്തോളം പ്രധാനമുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കൂടുതലും പബ്ലിക്കാണ് നമ്മൾ ഈ ലൈബ്രറി ഉപയോഗിക്കുന്നത്. നമ്മുടെ കോഴിക്കോടിനെ പറ്റി പഠിച്ചാൽ തന്നെ മനസ്സിലാവും, ഏറ്റവും കൂടുതൽ പബ്ലിക് ലൈബ്രറികൾ കൃത്യമായി ഉപയോഗപ്പെടുന്ന ഒരു നഗരമാണ് കോഴിക്കോട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് ഈ ലിറ്ററേച്ചർ പദവി എന്നുള്ള പേര് വരുന്നത്. ഒരു ദിവസം ഈ ലൈബ്രറി തന്നെ പരിശോധിച്ചാൽ 1000-ഓളം പേര് പബ്ലിക് ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ട്. യുവതി യുവാക്കൾ മുതൽ എല്ലാ ജാതി മത അങ്ങനത്തെ ഒരു വേർതിരിവുകളില്ലാതെ ഭിന്നശേഷിക്കാരും അങ്ങനെ എല്ലാവരും ഈ ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കോഴിക്കോടിന് ലിറ്ററേച്ചർ പദവി ലഭിക്കുമ്പോൾ അതിൽ പ്രധാന ഒരു പൊൻതൂവലാണ് നമുക്ക് ഈ ലൈബ്രറി അതിനെ നോക്കിക്കാണുന്നത്. Was marked by the rise of several authors who still rule as the kings of Malayalam literature. One of those personalities was Mr. Vaikom Muhammad Bashir, one of the pride of Calicut. With us to give us more insight to him and his life, we are honored to have his son, Mr. Anis Bashir. കോഴിക്കോട് വന്നിട്ട് അധികം എഴുതിയിട്ടില്ല. പിന്നെ എഴുതിയത് ഭൂമിയുടെ അവകാശികൾ, മാന്ത്രിക പൂച്ച, ചെവിയോർക്കുക അന്തിമ കാഹളം, പിന്നെ UA ഖാദറിനെ കുറിച്ചിട്ടുള്ള ഒരു മാമേലിയുടെ മകൻ. കോഴിക്കോട് എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് സുഹൃത്തുക്കളുടെ കൂടെ കളിതമാശ ചിരിക്കുക, പിന്നെ അവരുടെ കൂടെ യാത്രകൾ, അവരെ കൂടെ സന്തോഷിക്കുക എന്നുള്ളത്. അതായത് ഒരു ഉത്സവാന്തരീക്ഷമാണ് അദ്ദേഹത്തിന് കോഴിക്കോടുണ്ടായിരുന്നത്, എഴുത്തായിരുന്നില്ല. മാംഗോസ്റ്റി മരച്ചുവട്ടിൽ ഒരു വലിയൊരു സൗഹൃദ സദസ്സ് എല്ലാ ദിവസവും ഉണ്ടാവുമായിരുന്നു. രാവിലെ മുതൽ ചിലപ്പോൾ ലാസ്റ്റ് ബസ് കഴിഞ്ഞാൽ അവരിവിടെ വീട്ടിൽ തന്നെ തങ്ങുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ വാഹനം കുറവാണ്. അപ്പം ലാസ്റ്റ് ബസ് വരുന്നവരെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ചില ആൾക്കാർക്ക് സംസാരം നിർത്താൻ തോന്നില്ല. അപ്പോൾ ലാസ്റ്റ് ബസ് കഴിഞ്ഞാൽ അവരത് വീട്ടിൽ തങ്ങും, രാവിലെ എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് എഴുത്തുണ്ടായിട്ടില്ല. പക്ഷേ ഈ എഴുത്തുകാരായിട്ടുള്ള പ്രത്യേകിച്ച് MT യും ഈ NP മുഹമ്മദും ടിക്കോടിയനും SKയും അവരെല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു സദസ്സ്, അതിൽ ചിലപ്പോൾ സാഹിത്യം പറയും, ചിലപ്പോൾ കവിത ചൊല്ലും,
അവിടെ മാംഗോസ്റ്റീൻ മരച്ചോട്ട് തന്നെ നമുക്കൊരു ഇതുണ്ടായിരുന്നു, ഒരു കൈതപ്രമൊക്കെ വന്നിട്ട് അവിടെ ദേവദൂതി സാദർലയൊക്കെ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ, അത് സിനിമയിൽ പാട്ടായി വരുന്നതിന് മുമ്പ് തന്നെ അത് അവിടെ വീട്ടിൽ പാടിയിട്ടുണ്ട്. അവിടെ നമ്മുടെ മാംഗോസ്റ്റീൻ മരച്ചോട്ടൊരു പൂഴിയൊക്കെ വിരിച്ചിട്ട് കൈതപ്രം ചമ്രം പണിഞ്ഞിരുന്നത് ഇങ്ങനെ വളരെ, കൈതപ്രം ഇരിക്കുമ്പോൾ തന്നെ ഒരു ആനയുടെ ഒരു ആനച്ചെന്നുണ്ട് കൈതപ്രത്തിന്. അന്ന് തന്നെ തടിയൊക്കെ ഉണ്ടായിരുന്ന ആൾ. അന്ന് മാതൃഭൂമിയിൽ അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു. മാതൃഭൂമി ജോലിയുള്ള സമയത്താണ് തോന്നുന്നു എനിക്ക് ആ വീട്ടിൽ വരാറ്. അപ്പോൾ അങ്ങനെ സദസ്സിൽ ഈ പാട്ടുകൾ പാടാനും ഈ ഓരോ ഇതുപോലെ സാഹിത്യ സംബന്ധിയായ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഡിസ്കസ് ചെയ്യല്ല, ഓരോരുത്തർ വന്ന് അവരെ എഴുതിയ പുതിയ കവിതകൾ പാട്ടുകളൊക്കെ അവതരിപ്പിക്കും. പിന്നെ വെറുതെ കുറേ ചിരി തമാശകളും ലോകത്തിൻ്റെ കീഴിലുള്ള സകലമാന കാര്യങ്ങളും. അതിൽ തന്നെ സാഹിത്യം മാത്രമല്ല, ആത്മീയതയും. ചില മറ്റേ ചേകന്നൂർ അഹമ്മദ് മൗലവിയൊക്കെ അവിടെ വന്ന് സംസാരിക്കുന്നു. പല വലിയ ഹിന്ദു പുരോഹിതന്മാരൊക്കെ അവിടെ വന്ന് സംസാരിക്കുന്നത്. നമ്മുടെ മാക്സ്വൽ നൊറോണനെ പോലുള്ള ക്രിസ്ത്യൻ നമ്മുടെ കോഴിക്കോട് ബിഷപ്പായിരുന്നു, അദ്ദേഹത്തൊക്കെ വന്ന് സംസാരിക്കുന്നു. അത് ഈ ഭൂമിക്കിടയിലുള്ള ഏത് വിഷയം, ആത്മീയമായാലും സാംസ്കാരികമായാലും സാഹിത്യമായാലും ഏത് വിഷയത്തിനെ കുറിച്ചിട്ട് അവിടെ ഇങ്ങനെ ഭയങ്കര വാഗ്വാദം നടക്കുന്നു വീട്ടിൽ അതിനെ പറ്റിയിട്ട് ചർച്ചകളൊക്കെ. പക്ഷേ സാഹിത്യം പൊതുവെ അദ്ദേഹം സംസാരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ലായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ തമാശകളും മറ്റുള്ള കാര്യങ്ങളും അതൊരു തന്നെ ഒരു സാഹിത്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പലപ്പോഴും ഈ ലേഖനം ചോദിച്ചെഴുതുന്ന ആൾക്കാർക്ക് ലേഖനം എഴുതി കൊടുക്കാൻ അദ്ദേഹം മടിക്കുന്നില്ല. അദ്ദേഹം മടിയനാണ്, പൊതുവെ എഴുത്ത് കുറവാണല്ലോ. പിന്നെ അസുഖവും ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടൽ. അപ്പോൾ അദ്ദേഹം അത് എന്തുകൊണ്ട് ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞ് കൊണ്ട് ഒരു എഴുത്തങ്ങ് എഴുതും. ഒരു എഴുത്തിനൊരു 3-4 പേജുണ്ടാവും. അവരതെടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കും. അത് ഭയങ്കര ഹിറ്റാവാറുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് എഴുതിയാലും പോസ്റ്റ് കാർഡിൽ പോലും എഴുതുന്ന കാര്യങ്ങൾക്ക് പോലും അതിനൊരു സാഹിത്യ ഭംഗിയുണ്ടായിരുന്നു. എനിക്കൊക്കെ വീട്ടിൽ, ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ പാലക്കാട് NSS എഞ്ചിനീയറിംഗിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ പോസ്റ്റ് കാർഡിൽ വരുന്ന ആ കത്തുകൾ വരാൻ കാത്തുനിൽക്കും എൻ്റെ സുഹൃത്തുക്കളൊക്കെ. കത്ത് വായിച്ച് കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് നിൽക്കും. അപ്പോൾ അവർക്കത് കൊണ്ടുപോകാനാണ്. അപ്പോൾ അതവരെടുത്ത് കൊണ്ടുപോകും കത്ത്. പലപ്പോഴും കത്ത് കിട്ടുമ്പം ഞാൻ കോളേജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് നേരത്തെ വരുന്ന സുഹൃത്തുക്കളാണെങ്കിൽ, നീ കത്ത് വായിച്ചു, കാരണം ഇത് പോസ്റ്റ് കാർഡല്ലേ, അപ്പോൾ നീ വായിച്ചോ എന്ന് പറയും. അപ്പോൾ എനിക്കിങ്ങനെ കാണിച്ചു തരും. അപ്പോൾ ഞാൻ വായിക്കും. എന്നാൽ ശരി, നീ വായിച്ചു കഴിഞ്ഞില്ല, ഓക്കെ, ഞാൻ കൊണ്ടുപോകാമെന്ന് പറയും. അപ്പം നമുക്കൊക്കെ ചെറുപ്പത്തിൽ ഇത് എന്താണിങ്ങനെ എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ കൂടെ ഇരിക്കുന്നവർക്ക് അത്ര ഇത് തോന്നുന്നില്ല. പുറത്തുനിന്നുള്ള ആൾക്കാർക്കുള്ള സന്തോഷം, ബഷീറിനോടുള്ള ആരാധനയും സ്നേഹമൊക്കെ പിന്നീട് അദ്ദേഹം മരിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാവുന്നത് എന്തുമാത്രം അതുപോലെയുള്ള ഒരാൾ മറ്റൊരു സന്ദർഭത്തിൽ ഇത്രയും ആക്സസിബിൾ ആയിട്ടുള്ള ആൾ. കോഴിക്കോട് നല്ല ലോകത്തിലെവിടെയും സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ 4 പുരസ്കാരം കിട്ടി കുറച്ച് പ്രശസ്തിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ആൾക്കാരെ മാറ്റി നിർത്തി നമ്മൾ സ്വയമേവ ഓറയിലേക്ക് കയറി ഒരു പ്രത്യേക ലോകത്തേക്ക് മാറി നിന്നിട്ട് ചില്ലുകൊട്ടാരത്തിൽ കയറിയിട്ട് ബാക്കിയുള്ളവരെയൊക്കെ താഴെ നിർത്തുന്നൊരു ഇതുണ്ട് അദ്ദേഹത്തിന് ഇല്ലായിരുന്നത്. യാതൊരു വലിപ്പച്ചെറുപ്പവും ഇല്ലായിരുന്നു വീട്ടിൽ. എല്ലാവർക്കും ഒരേ നീതി, എല്ലാവർക്കും ഒരേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരേ സ്വീകരണമാണ് കിട്ടിയിരുന്നത്. So, to mark this era of up-and-coming writers of the literature city of India, we have with us the member of Central Film Advisory Board, the editorial board member of the Vidyaniketan Masika, the state vice president of Tapasya Kala Sahitya Vedi, the HOD of Malayalam department at Bharatiya Vidya Bhavan Chevayur, Mrs. Rajani Suresh. കോഴിക്കോട് നഗരമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സാഹിത്യത്തിലേക്കുള്ള പെട്ടെന്നുള്ളൊരു കടന്നുകയറ്റം സാധ്യമാക്കി തന്നതെന്ന് പറയാം. സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതോടുകൂടി വളരെയേറെ സാധ്യതകൾ, ഒരുപാട് അവസരങ്ങളാണ് എല്ലാ എഴുത്തുകാർക്കും കിട്ടുന്നത്. എഴുത്തുകാർക്കും മാത്രമല്ല, സാഹിത്യ കുതുകികൾക്കും അതുപോലെ തന്നെ സാഹിത്യ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒരുപാട് അവസരങ്ങളുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ട് സാഹിത്യ വിനിമയം ചെയ്യാനുള്ള ഒരവസരമൊക്കെ ലഭിക്കുകയാണ്. അതുമാത്രമല്ല, അവിടെ മറ്റുള്ള വിദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് അവർക്ക് നമ്മുടെ സാഹിത്യത്തെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് തർജ്ജമ ചെയ്യാം. പിന്നെ അതുമാത്രമല്ല, ആ സാഹിത്യ സാംസ്കാരിക വിനിമയത്തിലൂടെ നമ്മൾ ഏകലോകം എന്നൊരാശയം ഉണ്ടാക്കുകയാണ്. വളരെയേറെ സാധ്യതകളുള്ളതാണ്. എൻ്റെ രചനകൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അച്ചടിച്ചു വന്ന കഥ എന്ന് പറയുന്നത് സർപ്പക്കാവ്. പക്ഷെ അതിനു മുൻപ് തന്നെ ആകാശവാണി ഒരു മാതൃദിനത്തിൽ അമ്മ എന്ന കഥ ആദ്യം പ്രസിദ്ധീകരിച്ചു. പിന്നീട് പുസ്തകമായി വന്നത്
പേരയ്ക്കാമരം എന്ന പുസ്തകമാണ്. HNC ആണ് അത് പ്രസിദ്ധീകരിച്ചത്. അതിൽ 15 കഥകളുണ്ടായിരുന്നു. അതിനുശേഷം അപരിചിത എന്ന ഒരു കഥാസമാഹാരം, സ്നേഹപൂർവം എന്ന് പറയുന്ന ഒരു കത്തുകളടങ്ങിയ സമാഹാരം, അതിനുശേഷം പുലിയൻകുന്ന് എന്ന് പറയുന്ന ഒരു കഥാസമാഹാരം, മല്ലിപ്പൂക്കൾ വിതാനിച്ച വഴിയോരങ്ങൾ എന്ന് പറയുന്ന വേറൊരു കഥാസമാഹാരം, അതിനേക്കാളെല്ലാം ഉപരി ഇപ്പോൾ ഞാൻ എഴുതിയത് വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന ഒരു ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ്. പക്ഷെ അത് ഓർമ്മക്കുറിപ്പുകളെന്ന് അതും അങ്ങനെ മാത്രം വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം അതൊരു നോവൽ പോലെ ചുരുളഴിയുന്ന നിങ്ങളുടെ കാലം, അതായത് എൻ്റെ കൗമാര കാലഘട്ടത്തെയാണ് ഞാനതിൽ വിശദീകരിച്ചിരിക്കുന്നത്. 14 വർഷം എങ്ങനെ ഒരു കൂട്ടുകുടുംബം വിഷു ആഘോഷിച്ചു എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിലേക്ക് കുറച്ച് പഴക്കമുള്ള ഒരു 10-20 വർഷം മുൻപേയുള്ള കാലഘട്ടത്തിലേക്ക് നമ്മളത് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, ആ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്ന് നമുക്ക് എന്തെല്ലാം നന്മകൾ സ്വാംശീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി ഇത്തരം പുസ്തകം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വേറൊന്ന് പറയാനുള്ളത് അതിലെ ഭാഷ എന്ന് പറയുന്നത്, എൻ്റെ എഴുത്തുകളുടെ പ്രത്യേകത എന്ന് പറയുന്ന അതിലെ ഭാഷയാണ്. അതായത് വള്ളുവനാടൻ ഭാഷയിലാണ്. മിസ് ഒറ്റപ്പാലംകാരിയാണെന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ വള്ളുവനാടൻ ഭാഷയിലാണ് അത് കൂടുതൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഒരു വേറിട്ട ഒരു രീതി അതിലുണ്ട്. ആഖ്യാന രീതിയിലും ഒരു വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ട്. ഒരുപാട് ശൈലികൾ അടങ്ങിയ ഒരു പുസ്തകമാണിത്. പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന 2 ബുക്കുണ്ട്. ഞാൻ കുട്ടികൾക്ക് വേണ്ടി കുറേ കഥകൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിനെ സമാഹരിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്തതായി ഇറങ്ങുന്നത് കിന്നരിക്കുരുവിയും പൊന്നരി പൊന്മാനും എന്നു പേരുള്ള ഒരു കഥാസമാഹാരമാണ്. അത് കുട്ടികൾക്കുള്ളതാണ്. അത് ബാലസാഹിതി പ്രകാശനാണ് അത് ഇറക്കുന്നത്. അതോടൊപ്പം തന്നെ 14 സ്ത്രീ കഥാപാത്രങ്ങളെ, വ്യത്യസ്ത സ്ത്രീ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുസ്തകം ഇറങ്ങാൻ പോകുന്നു, ഗന്ധമോഹിനി. ആദ്യമായിട്ട് നിങ്ങളുടെ ഈ ഇൻ്റർവ്യൂവിലാണ് ഞാൻ ആ പുസ്തകത്തിൻ്റെ പേര് വെളിപ്പെടുത്തിയത്. ഗന്ധമോഹിനി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിന് വര നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതെനിക്ക് വലിയൊരു ചുവടുവെപ്പ്, വലിയൊരു വിശാലമായൊരു ലോകത്തിലേക്ക് എൻ്റെ എഴുത്തിനെ എത്തിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എഴുത്ത് എന്ന് പറയുന്നത് നമുക്കറിയാലോ മക്കളെ, ഒരു സർഗാത്മക പ്രക്രിയയാണ്. അതായത് നമ്മുടെ മനസ്സിൽ വരുന്ന ആശയങ്ങളെ നമ്മൾ കോറിയിടുന്നു. അത് പിന്നീടാണ് ആ ആശയത്തെ വിപുലീകരിക്കുന്നത്. ആ ആശയത്തെ വിപുലീകരിക്കുമ്പോൾ നമ്മൾ ആ ആശയത്തോട് നീതി പുലർത്താൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് നമ്മൾ ആ സമയത്ത് ഉണ്ടായ വികാര വിചാരങ്ങളെ നമ്മൾ കോറിയിടുന്ന സമയത്ത് അവിടെ ഒരു മനസ്സിൻ്റെ പരിശുദ്ധി, ഒരു വിമലീകരണം മനസ്സിന് സംഭവിക്കണം. അതായത് വായനക്കാരനും എഴുത്തുകാരൻ എന്താണോ ചിന്തിച്ചത് അതേ ആശയം പകർന്നു നൽകുന്നതിനോടൊപ്പം തന്നെ അവരുടെ മനസ്സിൻ്റെ ഒരു വിമലീകരണമാണ് അവിടെ സംഭവിക്കേണ്ടത്. അതാണ് എഴുത്തിലൂടെ നമ്മൾ സമൂഹത്തിന് നൽകേണ്ടത്. അങ്ങനെ നമ്മുടെ ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചും നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും നമ്മുടെ പുതുമകളെക്കുറിച്ചും കൂട്ടിയിണക്കിക്കൊണ്ട് എഴുതുമ്പോഴാണ് നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് ആകാശം എത്തിപ്പിടിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് നാം എത്തുന്നത്. അങ്ങനെ നല്ല നല്ല മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന, നല്ല നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന എഴുത്തുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. പുതുതലമുറയിൽ ഒരുപാട് എഴുത്തുകാർ കടന്നു വരട്ടെ. ആ എഴുത്തിലൂടെ അവർ ഈ ലോകത്തിൻ്റെ എല്ലാ വിവിധ കോണുകളിലും എല്ലാ സ്ഥലത്തും അറിയപ്പെടുന്നതിനോടൊപ്പം തന്നെ അവരുടേതായ സാഹിത്യ സംഭാവനകളിലൂടെ ഈ ലോകത്തിൻ്റെ പുരോഗതിയിലേക്ക് കൂടി സംഭാവനകൾ നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. The literary world of Calicut is extended across 3 eras. With the contribution of thousands of writers and readers, literary institutions of Calicut has risen to a literary pedestal. We have seen the city has given birth and raised several literary geniuses and still fosters young creators. If there is any city to deserve the title, the city of literature, it is most definitely Calicut.